നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ സംസ്ഥാന കേരളം എന്ന ഈ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൻ്റെ വലിയ രീതിയിലുള്ള കേന്ദ്ര വിഹിതം, അതായത് GST പോലുള്ള കാര്യങ്ങളിൽ കൊടുക്കുന്ന കേന്ദ്ര വിഹിതം, കേന്ദ്രത്തിൻ്റെ പരിഗണന, ബജറ്റിൽ നീക്കിയിരിക്കുന്ന കേന്ദ്രം കേരളത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സംബന്ധിക്കുന്ന നിരവധിയായ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ജനകീയമായ ഈ യാത്രക്കിടയിൽ നിരവധി പത്രക്കാർ ചോദിച്ചു. അന്നേരം മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടിയുണ്ട്. 19 മരവാഴകളെ ജയിപ്പിച്ചു വിട്ടത്, അതിൽ 19-ൽ ഇപ്പോൾ ഒരാൾ തോമസ് വ്യക്തി, അദ്ദേഹം അതായത് കോട്ടയത്തെ MP ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ചാഴിക്കാടൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം UDF ടിക്കറ്റിൽ നിന്നാണ് ജയിച്ചതെങ്കിൽ പോലും ചാഴിക്കാടൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ 6 നിയമസഭാ സാമാജികരെ ജയിപ്പിച്ചെടുക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞു. റോഷി അഗസ്റ്റിൻ മാത്രമല്ല, CN ജയരാജ്, അതുപോലെ തന്നെ റാന്നിയിൽ നിന്നുള്ള MLA, അങ്ങനെ നിരവധിയായിട്ടുള്ള MLA അവിടെ MLA-മാർക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായി. ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിൽ PC ജോർജിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിജയം ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. PC ജോർജിനെ തളച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഈ 18ഓളം MP-മാർ കേരളത്തെ വിമർശിക്കാൻ വേണ്ടിയാണ് പാർലമെന്റിൽ പോയിരിക്കുന്നത്. അതിൻ്റെ നേതാവെന്ന് പറയുന്നത് K. സുധാകരനാണ്. K. സുധാകരൻ എങ്ങനെയും കേരളം എന്നുള്ള സംസ്ഥാനത്തിനെ കുറിച്ചൊരു സ്നേഹവുമില്ല. പകരം പിണറായി ഭരിക്കുന്ന കേരളത്തിനെ എങ്ങനെ മുടിപ്പിക്കാം എന്നുള്ള ചർച്ചയാണ്. അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വീണ്ടും കോൺഗ്രസിനെ വെറുത്തു തുടങ്ങുന്നത്. നിവർത്തികേട് കൊണ്ട് കോൺഗ്രസിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു. എങ്ങനെയെങ്കിലും പോയി അധികാരം പിടിക്കട്ടെ, എങ്ങനെയെങ്കിലും പോയി BJPയെ തോൽപ്പിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ മരവാഴകളെ ജയിപ്പിച്ചു വിട്ടതെന്നാണ് കൃത്യമായി ജനങ്ങൾ പറയുന്നത്. ഇപ്പം മനസ്സിലായിരിക്കുകയാണ് ഈ ജയിപ്പിച്ചു വിട്ടതുകൊണ്ട് ഒരു കാര്യമില്ല. ശരിയല്ലേ? കാരണം എന്താണ്? ഈ ജയിപ്പിച്ചു വിട്ട ഇവരെല്ലാം അവിടെ പോയിരുന്ന് ഉറക്കം തൂങ്ങി, അഥവാ ഒന്നിലും പങ്കെടുക്കാതെ, അല്ലെങ്കിൽ എല്ലാത്തിലും നിന്ന് മാറി ആബ്സെൻ്റായി. ശരിക്കും പറഞ്ഞാൽ ആബ്സെന്റ് മൈൻഡോട് കൂടിയാണ് അവർ നിൽക്കുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ MP ഫണ്ടും MP സാലറിയും MP പെൻഷനും എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നുണ്ട്. അതിനൊന്നും അവർക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ഒരു കാര്യം പറയാം. NK പ്രേമചന്ദ്രൻ നന്നായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പാർലമെന്റിനകത്തായിരുന്നാലും പാർലമെന്റിന് പുറത്തായിരുന്നാലും. ശശി തരൂർ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് മതിപ്പ് തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ളവർ, കേരളത്തിലെ ബാക്കിയുള്ള MP-മാരുടെ കണക്കെടുത്ത് നോക്കൂ, എന്ത് കുന്തമാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ MP-മാർ കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ലോക്സഭയിൽ കേരളത്തിൻ്റെ ശബ്ദം മുഴങ്ങാത്തത് എന്നുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ MP-മാരുടെ വിജയ സാധ്യത കൂടിയിരുന്നെങ്കിൽ, അവിടെ വിജയിച്ചിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ശബ്ദം ബജറ്റിൻ്റെ വിഹിതത്തിലായിരുന്നാലും മറ്റ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിലായിരുന്നാലും കൂടിയനെ എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വെറുതെയല്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.